നിങ്ങൾക്ക് 60 വയസ്സ് കഴിഞ്ഞു എങ്കിൽ നിങ്ങൾക്ക് കണ്ണുപൂട്ടി തിരഞ്ഞെടുക്കാവുന്ന ഒന്നാമത്തെ ഓപ്ഷനാണ് SCSS അഥവാ സീനിയർ സിറ്റിസൺ സേവിംഗ്സ് സ്കീം. നിലവിൽ 8.2% അതിന്റെ പലിശ നിരക്ക്. പോസ്റ്റ് ഓഫീസിലും ബാങ്കിലും ഇത് ലഭ്യമാണ്. ഇനി 5 ലക്ഷം ഇട്ടാൽ ഓരോ 3 മാസം കൂടുമ്പോഴും ഏകദേശം 10,250 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ പലിശയായിട്ട് തന്നെ എത്തും. അതായത് വർഷം 41,000 രൂപ കിട്ടുമെന്ന് സാരം. അതിന്റെ ഗുണങ്ങൾ ഇതൊക്കെയാണ്. 100% കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടിയുണ്ട്. 1 രൂപ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല. പലിശ കൃത്യമായി ഓരോ 3 മാസം കൂടുമ്പോഴും കയ്യിൽ വരും. പെൻഷൻ പോലെ ഇതിനെ നമുക്ക് കാണാൻ കഴിയും. ഇൻകം ടാക്സ് സെക്ഷൻ 80C പ്രകാരം നികുതി ഇളവ് നിങ്ങൾക്ക് ഇതിൽ ചേർന്നാൽ ലഭിക്കും. ഇനി ഇതിന് ദോഷങ്ങളുണ്ട് കേട്ടോ. 60 വയസ്സിന് താഴെയുള്ളവർക്ക്, അതായത് ചില പ്രത്യേക റിട്ടയർമെന്റ് കേസ് ഒഴിച്ചാൽ ഇതിൽ ചേരാൻ പറ്റത്തില്ല. 60 വയസ്സ് കഴിയണം. 5 വർഷത്തെ ലോക്കിൻ പീരീഡ് ഉണ്ട്. കാലാവധിക്ക് മുമ്പ് പണം പിൻവലിച്ചാൽ 1% മുതൽ 1.5% വരെ പെനാൽറ്റിയായി നിങ്ങൾ നൽകേണ്ടി വരും. ഇതിൽ നിന്ന് കിട്ടുന്ന പലിശയുടെ തുക നിങ്ങളുടെ ടാക്സ് സ്ലാബ് അനുസരിച്ച് ടാക്സബിൾ ആണ്. ടാക്സ് കൊടുക്കേണ്ടി വരും. ഇനി 2, കുറച്ചധികം വർഷത്തേക്ക് റിസ്ക് ഇല്ലാതെ വലിയൊരു തുക സമ്പാദിക്കാൻ നോക്കുന്നവർക്കുള്ളതാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ PPF. നിലവിൽ 7.1% പലിശ. സർക്കാർ ഇത് ഓരോ ക്വാർട്ടറിലും പുതുക്കാറുണ്ട്. അതുകൊണ്ട് മാറ്റമുണ്ടാവും. കാലാവധി 15 വർഷമാണ്. ഇതിന്റെ ഗുണങ്ങൾ പറയാം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയ്ക്കും വർഷം തോറും കയറുന്ന പലിശയ്ക്കും 15 വർഷം കഴിഞ്ഞ് കിട്ടുന്ന മൊത്തം തുകയ്ക്കും 1 രൂപ പോലും നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതില്ല. ടാക്സ് കൊടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷനാണിത്. 100% ടാക്സ് ഫ്രീ. കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷയുണ്ട്. സെക്ഷൻ 80C ഇളവുണ്ട്. അതിന്റെ ദോഷങ്ങൾ ഉണ്ടാവുമല്ലോ അല്ലേ, അത് പറയാം. ലോക്കിൻ പീരീഡ് കൂടുതലാണ്. 15 വർഷം പണം പൂർണ്ണമായിട്ട് പിൻവലിക്കാൻ പറ്റത്തില്ല. ഇനി 6 വർഷത്തിന് ശേഷം ചെറിയ ലോൺ അല്ലെങ്കിൽ പാർഷ്യൽ വിത്ഡ്രോവൽ ഒക്കെ സാധ്യമാണ്. ഒരു സാമ്പത്തിക വർഷം പരമാവധി 1.5 ലക്ഷം രൂപ മാത്രമേ ഇതിൽ നിക്ഷേപിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ 5 ലക്ഷം രൂപ ഒറ്റയടിക്ക് ഇതിലേക്ക് ഇടാൻ പറ്റുകയില്ല. ഈ വർഷം 1.5 ലക്ഷം രൂപയായിട്ട് ബാക്കി തുക മറ്റ് നിക്ഷേപങ്ങളിലേക്ക് നിങ്ങൾക്ക് മാറ്റി നിക്ഷേപിക്കാൻ കഴിയും. ഇനി 3ാമതായി, ബാങ്ക് FD പോലെ തന്നെ ലളിതമായി 5 വർഷത്തേക്ക് പണം നിക്ഷേപിക്കാൻ പറ്റിയ പോസ്റ്റ് ഓഫീസ് ഡിപ്പോസിറ്റ് സ്കീമുകളുണ്ട്. TD അല്ലെങ്കിൽ NSC എന്നൊക്കെ പറയുന്നത്. അതിന്റെ പലിശ എന്ന് പറയുന്നത് 5 വർഷത്തെ പോസ്റ്റ് ഓഫീസ് ഫിക്സഡ് ഡിപ്പോസിറ്റിന് 7.5%, NSCക്ക് 7.7% ലഭിക്കുക. അതിന്റെ ഗുണങ്ങൾ പറയാം. ഒരു ബാങ്ക് തകർന്നാൽ 5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ. എന്നാൽ പോസ്റ്റ് ഓഫീസിൽ നിങ്ങളുടെ 5 ലക്ഷം രൂപയും 100% കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടിയിൽ സുരക്ഷിതമായിരിക്കും. 5 വർഷം കഴിഞ്ഞ് വലിയൊരു തുക ഒരുമിച്ച് കയ്യിൽ കിട്ടാൻ ഇത് സഹായിക്കുമെന്ന് സാരം. 80C പ്രകാരം നികുതി ഇളവ് ഇതിൽ ലഭിക്കുന്നുണ്ട്. ദോഷങ്ങളുണ്ട് പറയാം. പലിശ മാസം തോറുമോ ക്വാർട്ടർ തിരിഞ്ഞോ അക്കൗണ്ടിലേക്ക് വരത്തില്ല. കാലാവധി തീരുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിലോ മാത്രമേ ക്രെഡിറ്റ് ആവുകയുള്ളൂ. കാലാവധിക്ക് മുമ്പ് പിൻവലിച്ചാൽ പലിശ നിരക്ക് പകുതിയായി കുറഞ്ഞു പോകും. ഇനി 4ാമത്തേത്, നമുക്കെല്ലാവർക്കും ഏറ്റവും പരിചയമുള്ള ബാങ്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് FD. 2026 പ്രമുഖ ബാങ്കുകളിൽ സാധാരണക്കാർക്ക് 7% വരെയും മുതിർന്ന പൗരന്മാർക്ക് 7.5% മുതൽ 8.25% വരെയും പലിശ ലഭിക്കുന്നുണ്ട്. ചെറിയ ചില സ്വകാര്യ ബാങ്കുകളിലും സ്മോൾ ഫിനാൻസ് ബാങ്കുകളിലും ഇതിൽ കൂടുതൽ പലിശ കിട്ടും. ഗുണങ്ങൾ പറയാം. ഏറ്റവും ലളിതമാണ്. നിങ്ങളുടെ മൊബൈൽ ബാങ്കിംഗ് ആപ്പ് വഴി വെറും 2 മിനിറ്റിനുള്ളിൽ FD തുടങ്ങാൻ കഴിയും. ഫ്ലെക്സിബിലിറ്റി കൂടുതലാണ്. 7 ദിവസം മുതൽ 10 വർഷം വരെയുള്ള കാലാവധി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. വേണമെങ്കിൽ ഈ FD ഈട് വെച്ച് ലോണും എടുക്കാം. 100% സുരക്ഷിതമാണ്. RBIയുടെ കീഴിലുള്ള DICGC നിയമപ്രകാരം ഒരു ബാങ്ക് പൊളിഞ്ഞു പോയാൽ പോലും നിങ്ങളുടെ 5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപം, അതായത് മുതലും പലിശയും ഇൻഷുറൻസ് വഴി പൂർണ്ണമായും തിരികെ ലഭിക്കും. അതുകൊണ്ട് 5 ലക്ഷം രൂപ ബാങ്കിലിടുന്നത് പൂർണ്ണ സുരക്ഷിതമാണ്. ദോഷങ്ങളെക്കുറിച്ച് പറയാം. വലിയ പൊതുമേഖലാ ബാങ്കുകളിൽ പലിശ നിരക്ക് പോസ്റ്റ് ഓഫീസിനേക്കാൾ കുറവായിരിക്കും. 1 വർഷം കിട്ടുന്ന പലിശ 40,000, സീനിയർ സിറ്റിസൺസിന് 50,000 വരെ. അത് കടന്നാൽ ബാങ്ക് തനിയെ 10% TDS പിടിക്കും.